എടാ ബൈക്കറാണെന്ന് പറയണമെങ്കിൽ കർഡിങ്കള പാസ് ഒന്നും പോകണ്ട. എടാ അറ്റ്ലീസ്റ്റ് ബോഡി മട്ടെങ്കിലും പോയിട്ട് വാ. ഞങ്ങൾ നെക്സ്റ്റ് ഇയർ ഹിമാലയൻ ട്രിപ്പ് പോകുന്നുണ്ട്. ഹിമാലയത്തിൽ പോകാൻ നീ എന്താ സന്യാസിയോ? എടാ നിങ്ങൾ തവാങ്ങിന് പോകും, തമിഴ്നാട്ടിലെ കൊള്ളി ഹിൽസെങ്കിലും പോയിട്ട് വാ. എല്ലാത്തിനും ഒരു ഹിമാലയൻ പോക്കേ ഉള്ളു ഇപ്പോൾ. ഈ രാവിലെ ഇരുന്ന് വീമ്പ് അടിക്കാതെ പണിയെടുക്കട്ടെ. ഓ അതിന്റെ കോഴ്സ് എന്തായി? ഈ മാർച്ചിൽ തീരും. പ്ലേസ്മെന്റ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഈ വയസ്സങ്കാലത്തിയാക്കി ഇങ്ങനെ കിടന്ന് പണി എടുക്കേണ്ട ആവശ്യം ഞാനത് നോക്കി നടത്തില്ലേ? അടാ പിന്നെ അല്ലാതെ. വേണ്ട, നീ പോയി നിന്റെ പണി അങ്ങ് ചെയ്താൽ മതി. വലിയ സഹായം. ആ ബഷീറത്തിലോ. എന്നാ ശരി, ഞാൻ ഇറങ്ങോട്ടെ. വെള്ളം ഇല്ലല്ലോ, ഫില്ല് ചെയ്ത് തരട്ടെ? ഇത് വെള്ളത്തിന്റെ അല്ല, ഇതിനുള്ള സെറ്റപ്പാ. ഇപ്പൊ മൊത്തം പുതിയ സെറ്റപ്പ് ആണല്ലേ. ജീവിച്ചു പോണ്ടേ. അതെ അതെ. ബഷീറേ, നീ നിന്റെ വാറ്റ് പരിപാടി നിർത്തി കേട്ടോ. കട്ട പോലീസ് മോണിറ്ററിംഗ് ഉണ്ട്. ഞാനത് ആ കോവിഡ് ടൈമിന് നിവർത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തല്ലേ. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച. ഓ, അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നീ 4 കുപ്പി വാറ്റിയതോ? അതിൽ 2 3500 രൂപയ്ക്ക് ഹൈദരാബാദിലെ സാഹിബിന് കൊടുത്തു. ഒരെണ്ണം 2000 രൂപയ്ക്ക് ഓറിയൻ കൺസ്ട്രക്ഷനിലെ ഹരിസാറിന് കൊടുത്തു. എടാ ഉള്ളതിൽ ഏറ്റവും മോശമാണിത്. അറ്റ്ലീസ്റ്റ് കുടിക്കുമ്പോൾ നല്ലത് എന്തെങ്കിലും കുടിക്കുക. നിനക്കിത് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. അതെ, എന്നാ പിന്നെ ഡിലേ ആക്കണ്ട, ഓഫീസിൽ എത്തണ്ടല്ലേ. അല്ല ചാ, ആ വണ്ടിയുടെ ബാറ്ററി പവർ കൂട്ടിയെന്നൂടെ? അപ്പോൾ എനിക്കതിൽ ഓഫീസിൽ പോകാലോ. നിനക്കതൊക്കെ മതി. വണ്ടി വിടും. ശരി എന്നാ. പോയിട്ട്. നമസ്കാരം, നീരാളി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പവിത്രൻ. സ്കന്ദപുരം പദ്ധതി അഴിമതി മുതൽ ഇന്ന് സിറ്റിയിൽ നടക്കുന്ന നിരവധി ജനദ്രോഹ നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു യുവ ജനപ്രതിനിധിയാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. ആ ലിസ്റ്റിലേക്ക് കേൾക്കാൻ അറപ്പ് തോന്നുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത നീരാളി ഇന്ന് പുറത്തുവിടുകയാണ്. സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇതിൽ കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പറ്റും. ശരിയാണ്. ഗണേശ, നാട്ടിൽ നിന്ന് വരുന്നതാണോ? കുറച്ച് ലേറ്റായി പോയി. ഗണേശ, ഇത് ഗൗരി, ന്യൂ അപ്പോയിൻമെന്റാ. ഗൗരി, ഇത് ഗണേഷ്, ഇവിടുത്തെ ഗ്രാഫിക് ഡിസൈനറാ. ഹായ് ഗൗരി. ഹായ്. എന്ത് പറ്റിയതാ? ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. ഹാഫ് ബോഡി പാരലൈസ്ഡ് ആയിട്ട്. എന്തായി ഗണേശ? കഴിഞ്ഞു. ഇവിടെ ഒരു കറുത്ത കൈ വെച്ചേ. കറുത്ത കൈ. ഇനി ഒരു കുരിശ്, ഇങ്ങനെ ഒരു കുരിശ്. ചുണ്ടിലൊരു പ്ലാസ്റ്റർ കൂടി ഒട്ടിക്ക്. പ്ലാസ്റ്ററോ? പ്ലാസ്റ്റർ. ഇപ്പൊ ഓക്കെ. ഇനി നെപ്പോട്ടിക് MLA എന്ന് ചക്ക അക്ഷരത്തിൽ ഇവിടെ എഴുതി വയ്ക്കുക. സാർ, അത് കുഴപ്പമില്ലേ? 121 കേസുണ്ട് ഈ നീരാളി പവിത്രന്റെ പേരിൽ. ഒന്നുകൂടെ ഇരിക്കട്ടെ, അതും വാർത്തയല്ലേ ഗണേശ? നമുക്ക് സത്യമാണ് വലുത്. ഹലോ, തൽക്കാലം ഇവിടെ നിന്ന് പിടിച്ചു നിൽക്ക്. പിന്നെ പയ്യെ നമുക്ക് നോക്കി വേറെ മാറാലോ. ഈ ന്യൂസ് മൂടിയേക്കാൻ പുള്ളി ഒരു 10 ലക്ഷം ചോദിച്ചതാ. അത് കിട്ടാത്തതിന്റെ കലിപ്പ, വേറെ ഒന്നുമില്ല. അതൊന്നും എനിക്കെങ്ങനെ അറിയണേ? ഓ, അതൊക്കെ അറിയാം. നീ ഇന്ന് സിനിമയ്ക്ക് വരണ്ടോ? ടിക്കറ്റ് ഉണ്ട്. സിനിമയ്ക്ക് വരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ വരാം. അല്ല പിന്നെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ? ഇവിടെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ചോദി, കഴിഞ്ഞ മാസം 11-ാം തീയതി ഇതേ കമലിലിട്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, എനിക്ക് ഇവിടെ ആകെയുള്ള റിലാക്സേഷൻ എന്താണെന്നറിയോ? എന്താ? ജ്യോതി. ചെക്ക് അവിടുന്ന്. ഇത് മതിയോ? നെപ്പോട്ടിക് MLA. 10 രൂപ കൊടുത്ത അവനിതൊക്കെ മാറ്റി പറയും. അവനത് കിട്ടാത്തതിൻ്റെയാ. എന്നാൽ അത് കൊടുത്തേക്ക്. PR ടീം വഴി ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് നേരിട്ടൊന്നും വേണ്ട. ശരിയാ. സ്കന്ദപുരം കമ്മീഷൻ്റെ സിറ്റിങ്ങിൻ്റെ ഇടയിൽ ഇനി ഇതുകൂടി വേണ്ട അല്ലേ? കമ്മീഷൻ സെറ്റിംഗ് നടന്നാലല്ലേ കുഴപ്പമുള്ളൂ. എന്ന് വെച്ചാൽ വലിയ പുരോഗതിക്ക് ചെറിയ ദുരന്തങ്ങൾ അത്യാവശ്യമാണ്. ഇറ്റ്സ് കോൾഡ് ഡാമേജ് കൺട്രോൾ.
ഇതാ മോനെ, ഇതാ അവന്മാർ ഓർഡർ ചെയ്താ, ശമ്പളം കിട്ടിയതല്ലേ, പാർട്ടിയാ. അവന്മാർക്ക് താഴെ വന്ന് വാങ്ങിച്ചാലെന്താ? മോനെ എന്തിനാ വെറുതെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? അത് കുഴപ്പമില്ല, എനിക്ക് 2 അടിക്കാനുള്ളതല്ലേ. വരുന്ന രവിയായിട്ട് 1 അടിക്കാം. വൈകിട്ടാവട്ടെ. ഛോ, മോനെ ഇങ്ങോട്ട്, ഇങ്ങോട്ട് നീ. എന്താണോ മനുഷ്യർക്ക് ഇതുവഴി പോകണ്ടേ? ഇത്ര വഴിയുണ്ടല്ലോ, പോയിക്കൂടെ? ഓരോ സാധനം തള്ളിക്കൊണ്ട് വന്നോളൂ. എടാ, ഇവിടുത്തെ മെയിൻ്റെസ് ചാനൽ കൊടുത്താൽ ഞാൻ ജീവിക്കുന്നത്. വിളിച്ചോണ്ട് പോടും. അതാ പോടും. ഇയാൾ എപ്പോഴും ഉണ്ടല്ലേ? മോൻ എന്തിനാ ഇങ്ങനെ പ്രശ്നം? മോൻ റൂമിലേക്ക് ഇല്ലേ? ഞാൻ അങ്ങോട്ട് വരാം കുറച്ച് കഴിഞ്ഞിട്ട്. ഓ, താൻ ഇനി വരണ്ട. ഓ, എവിടെയായിരുന്നു? ഞങ്ങള് കളിക്കുന്നു. നൈസ്. ഇതെന്താ? ഓ, ഇതെന്റെ ഫുഡ്. എനിക്ക് തരോ? ഇല്ല. എന്നാ എനിക്ക് ഇത് വേണം. ഇതും തരില്ല. ഇത് വേണം. ഇതും തരില്ല. നിനക്ക് എന്റെ ഈ കാല് വേണം. അത് വേണ്ട. ഇതെനി ശരിയാവോ? ഇത് ശരിയാവില്ല. എന്തെങ്കിലും ഒരു മിറാക്കിൾ ഉണ്ടായ പോരെ? മിറാക്കിളൊക്കെ ഉണ്ടാവും. ആ, ഉണ്ടാവും. ഞാനിപ്പോ പോവാ. പോലെ എനിക്കൊരു 300 രൂപ. അയാൻ, See you. മാസത്തിൽ ഈ ഒരു ദിവസം ആകെ ഒരു സന്തോഷം. നിന്റെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. ആ റെന്റ് എന്തായി? ഒരാഴ്ച ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ചെറിയൊരു ടൈറ്റ്. എടാ, ഞാൻ എവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാ? നാളെ രാവിലെ ജോയിസാൻ്റെ അക്കൗണ്ട് പൈസ പോയില്ലെങ്കിലേ ആളെ എനിക്ക് ഫോൺ ചെയ്യും. ആ, ശരിയാക്കാം. ശരിയാക്കണം. ആ, പിന്നെ വാള വെച്ചവൻ തന്നെ വൃത്തിയാക്കണം കേട്ടാ. ഓ. ഓ